അന്ന് ഞാൻ ചാക്കോച്ചൻ്റെ വലിയൊരു ആരാധികയായിരുന്നു. അപ്പോൾ അത് എപ്പോഴും ലാലുചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ചാക്കോച്ചൻ്റെ വലിയ ആരാധികയാണ്, ചാക്കോച്ചൻ്റെ നായികയായിട്ടൊക്കെ വിളിച്ചാൽ ഞാൻ 10ാം ക്ലാസ് ആണെങ്കിലും ഞാൻ വരും ലാലുചേട്ടാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദിലീപേട്ടൻ അറിഞ്ഞു എങ്ങനെയാണ്. അപ്പോൾ ദിലീപേട്ടൻ ഇത് അറിയാമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ ദിലീപേട്ടൻ ദീപസ്തംഭ മഹാശ്ശേരി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ക്ലീൻ ഷേവ് ഒക്കെയാണ്. അപ്പോൾ പടത്തിൽ മീശ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് മീശ ഒട്ടിക്കുക ചെയ്തത്. ഒട്ടിച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ മീശ ആരുടെയാണെന്നറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ ദിലീപേട്ടൻ്റെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല ഇത് ഒട്ടിച്ചതാണ്, പക്ഷെ ആരുടെയാണെന്നറിയോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, ഇത് കുഞ്ചാക്കോ ബോബൻ്റെ മീശയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിഞ്ഞാ അത് പറഞ്ഞു, ഞാൻ ലാൽച്ചേട്ടൻ അങ്ങനെ ചെയ്യും, ലാൽച്ചേട്ടൻ പറഞ്ഞു കൊടുക്കില്ലായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ദിലീപേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മഞ്ജു ചേച്ചിയൊക്കെ ഉണ്ട്, അവരെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞുള്ളൊരു സമയമായിരുന്നു. മഞ്ജു ചേച്ചിയും ബിജുവേട്ടനൊക്കെ ഉണ്ട് ലൊക്കേഷനിൽ. ഞാൻ എന്ത് പറഞ്ഞാലും ഇവർ കുഞ്ചാക്കോ ബോബനായിരുന്നെങ്കിൽ ഇപ്പോൾ നിലാക്കിയിട്ട് എന്നെ ഇങ്ങനെ. അപ്പോൾ എനിക്ക് സംശയം തുടങ്ങി. ഞാൻ എന്നിട്ട് ലാൽച്ചേട്ടൻ അടുത്ത് പോയി ചോദിച്ചു, ലാൽച്ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് കുഞ്ചാക്കോ ബോബൻ്റെ ആരാധികയാണ് ഞാൻ എന്നുള്ളത് ലാൽച്ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ, ഞാൻ പറഞ്ഞ നിമിഷം തന്നെ അവരൊക്കെ അറിഞ്ഞു. പക്ഷേ ജസ്റ്റ് അന്നേരത്തെ ഒരു കളിയാക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദിലീപേട്ടൻ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ലാലുചേട്ടൻ, ദിലീപേട്ടൻ ഇവരുടെ ഒരു ടീമിൻ്റെ ഒപ്പം വരാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും